സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും സ്നാപ്പിലേക്ക് വരികയാണ്. ഇന്ന് ഈസ്റ്റർ ദിനമാണ്, ഏപ്രിൽ 20. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ നേരുന്നു. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണ്, പ്രതീക്ഷയുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും അനീതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ തുടരുന്ന ലോക ജനതയ്ക്കുള്ള ഒരു ആഹ്വാനം കൂടിയായിട്ട് ഈസ്റ്ററിനെ നമ്മൾ പരിവർത്തനത്തിലൂടെ ഒരു വേറിട്ട ചിന്തയിലൂടെ കാണണം. സമരാഹ്വാനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിട്ട് എല്ലാവരും ഏറ്റെടുക്കുക. സഹനത്തിൻ്റെ മാത്രമല്ല, സമരായുധത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിട്ട് നമ്മൾ ഏറ്റെടുക്കുക. നമുക്ക് ഇന്ന് PJ ആൻ്റണിയുടെ ഗാനങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ഗാനങ്ങളാണ്, വളരെ സോഫ്റ്റായിട്ടുള്ള ഗാനങ്ങളാണ്. ഇന്നത്തെ ദിവസം വളരെ ഹെവി ആയിട്ടുള്ള സംഗതികളിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചില ഗാനങ്ങളിലൂടെ പരിചയപ്പെടാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭരത് പി ജാനിയുടെ സമ്പൂർണ്ണ കൃതികൾ 4 വോളിയമാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം 4ാമത്തെ വോളിയത്തിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. 1001ാമത്തെ സ്നാപ്പ് മുതലാണ് പോകുന്നത്. 1000ാമത്തെ സ്നാപ്പ് നമ്മൾ മട്ടാഞ്ചേരി മറക്കാമോ എന്നുള്ളത് പറവൂർ അംബേദ്കർ പാർക്കിൽ കൂടദേശീയം നാടകരംഗിൻ്റെ നന്ദിയാട്ടുകുന്നം നാടകരംഗിൻ്റെ ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി സംവിധാനം ചെയ്ത കൂടദേശി നാടകത്തിൻ്റെ അവസാനം ചില അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പോലീസ് മർദ്ദനത്തിൻ്റെ ഒരു ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ മട്ടാഞ്ചേരി മറക്കാമോ എന്നുള്ളത് ആസ് ആൻ ആക്ടർ എന്നുള്ളത് സ്റ്റേജിൽ അലറിപ്പാടിക്കൊണ്ടാണ് 1000ാമത്തെ സ്നാപ്പായിട്ട് നമ്മൾ സമർപ്പിച്ചത്. ഇനി 1001ാമത്തെ സ്നാപ്പ് മുതലാണ് പോകുന്നത്. നോക്കാം. അല്പം റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു പാട്ട് 1001ാമത്തെ സ്നാപ്പായിട്ട് ചെയ്യുന്നു. മിണ്ടാത്തതെന്തേ. നോക്കാം. മിണ്ടാത്തതെന്തേ, പാടാത്തതെന്തേ, മലർക്കാലമായി പൂങ്കുയിലേ, പൊന്നോണനാളിലൻ മാന്തളിർമെത്തയിൽ പാടാൻ നിന്നെ ഇരുത്താം ഞാൻ. ആലോല സംഗീതമൊന്നിൽ മയങ്ങി ആലോലമാടാൻ ഞാൻ കാത്തു നിൽക്കാം. നീ വരുമോ, നീ വരുമോ, നീ വരുമോ. ചെന്താമരത്തെളിത്തേൻ തൊട്ടു തന്ന പെണ്ണേ, നിന്നെ ഉറക്കാം ഞാൻ. ആരോരും കാണാത്തൊരേകാന്തരാവിൽ മായാത്ത സങ്കൽപ്പ സാമ്രാജ്യമൊന്നിൽ നീ വരുമോ, നീ വരുമോ, നീ വരുമോ. വെള്ളാമ്പൽ പൂവിതൽ കൊണ്ട് ചമച്ചൊറി ചേലയുടുത്തു മെല്ലെ, വെള്ളിയോടം തുഴഞ്ഞെങ്ങു പോകുന്നു നീ. മിണ്ടാതെ മിണ്ടാതെ കൊച്ചുകള്ളി, കാനനച്ചാർത്തിലും കാട്ടാറിൻ വക്കിലും അവൻ നിന്നെ കാത്തിരുന്നു. ഞാൻ നിന്നെ കാത്തിരുന്നു. കാനനദേവിതൻ കൊച്ചനുജത്തി പോൽ നീ എൻ്റെ മുന്നിൽ വന്നു, നീ എൻ്റെ മുന്നിൽ വന്നു. അവസാനം വരുമ്പോൾ വെറും കാമുകി എന്നുള്ളതല്ല, ഒരു സഹോദരൻ്റെ സ്നേഹമാണ്. കൊച്ചനുജത്തി പോൽ നീ മുന്നിൽ വന്നു എന്നുള്ളിടത്താണ് PJ ആൻ്റണി കവിത നിർത്തുന്നത്. നമുക്ക് നോക്കാം. ഇന്നിങ്ങനെ ചെറുത് പാടിയിട്ട് അവസാനം നമുക്കൊരു ഉത്തരവിപ്ലവീരിയുള്ളതിലേക്ക് കടന്നു നിർത്താം. ഓക്കെ. സ്നാപ്പ് നമ്പർ 1002. കിളിയെ പോരുമോ. കിളിയെ പോരുമോ, നാടുകൾ ചുറ്റിക്കാണാൻ, ബോംബെ പട്ടണത്തിൻ ചേല് കാണാൻ. കിളിയെ പോരുമോ. പത്തേമാരി കേറിപ്പോകാം, കിളിയെ
പോരുമോ? മോട്ടോർ കാറിലേറി പാട്ടുപാടി ചോർ ബസാറി പോകാം. മോട്ടോർ കാറിലേറി പാട്ടുപാടി ചോർ ബസാറി പോകാം. ലണ്ടൻ കപ്പൽ വന്നു നിരന്നു കിടക്കും ബോറി ബന്ദർ കാണാം. കിളിയേ പോരുമോ? കിളിയേ പോരുമോ? ഞാനും നീയുമൊത്തു കൂടിയെന്നാൽ, ഞാനും നീയുമൊത്തുകൂടിയെന്നാൽ നാടു മുഴുക്കെ പ്രേമം. ഞാനും നീയുമൊത്തുകൂടിയെന്നാൽ നാടു മുഴുക്കെ പ്രേമം. നല്ല പച്ചക്കിളിയേ, മഞ്ഞക്കിളിയേ, നീലക്കിളിയേ, കിളിയേ, കിളിയേ പോരുമോ? നാടുകൾ ചുറ്റിക്കാണാൻ പോരുമോ? നാടുകൾ ചുറ്റിക്കാണാൻ. വളരെ റൊമാൻറ്റിക്കായ മൂഡിലാണ് ഇതൊക്കെ എഴുതിയിട്ടുള്ളത്. സ്നാപ്പ് നമ്പർ 1002 കടന്നു. ഇനി 3 നമ്മൾ പോകുന്നത്. നോക്കാം. സ്നാപ്പ് നമ്പർ 1003 കൊഞ്ചി കൊഞ്ചി അണഞ്ഞല്ലോ. നോക്കാം. കൊഞ്ചി കൊഞ്ചി അണഞ്ഞല്ലോ ചാലേ, കൊഞ്ചി കൊഞ്ചി അണഞ്ഞല്ലോ ചാലേ, നീയൻ വാസന്തലാവണ്യ സാരമേ. കൊഞ്ചി കൊഞ്ചി അണഞ്ഞല്ലോ ചാരേ, നീയൻ വാസന്തലാവണ്യ സാരമേ. ആരാം കണ്ടിൽ ആരും അറിഞ്ഞില്ലേ, ആരാം കണ്ടിൽ ആരും അറിഞ്ഞില്ലേ, നീയൻ മിറ്റത്തോടിയണഞ്ഞല്ലോ, നീയൻ മിറ്റത്തോടിയണഞ്ഞല്ലോ, നീയൻ വാസന്തലാവണ്യ സാരമേ. കളിയാക്കി ചിരിതൂകി ചിരിയ പിരിയല്ല മേലിൽ, കളിയാക്കി ചിരിതൂകി പിരിയല്ല മേലിൽ, കരളിൻ്റെ കരളിൽ മണിവീണ മീട്ടി പാടാൻ വരുന്നെൻ്റെ ജീവൻ്റെ ജീവൻ. കരളിൻ്റെ കരളിൽ മണിവീണ മീട്ടി പാടാൻ വരുന്നെൻ്റെ ജീവൻ്റെ ജീവൻ. മായാതെ 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 മായാതെ. തനിപ്പൊന്നിനൊളിയോറും കളിയോടമേറി, തനിപ്പൊന്നിനൊളിയോറും കളിയോടമേറി, മൃദുഹാസത്തെളിതൂകി വരുന്നെൻ്റെ ദേവൻ, മൃദുഹാസത്തെളിതൂകി വരുന്നെൻ്റെ ദേവൻ. ഒരു നാളും തളരാതെ ഞാൻ നൃത്തമാടാം, മായാതെ മായാതെ മായാതെ. നീയൻ വാസന്തലാവണ്യ സാരമേ, നീയൻ വാസന്തലാവണ്യ സാരമേ. എല്ലാം റൊമാൻറ്റിക്കാണ്. നമ്മൾ പിജാനിയുടെ സമ്പൂർണ്ണ കൃതികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 4ാം വോള്യമാണ്. പാടത്തിൻ വക്കിലെ എന്നാരംഭിക്കുന്നതാണ് ഗാനം. പാടത്തിൻ വക്കിലെ കാവിലെ, പാടത്തിൻ വക്കിലെ കാവിലെ, 2 കല്ലുകൾ നമ്മുടെ ദൈവങ്ങൾ. പാടത്തിൻ വക്കിലെ കാവിലെ 2 കല്ലുകൾ നമ്മുടെ ദൈവങ്ങൾ. നെല്ലും പണങ്ങളും ചോറും കറികളും,
നമ്മൾക്ക് നൽകുന്ന ദൈവങ്ങൾ നെല്ലും പണങ്ങളും ചോറും കറികളും നമ്മൾക്ക് നൽകുന്ന ദൈവങ്ങൾ. ഒരു നാളിൽ അന്തിക്കൊരു കുഞ്ഞാറ്റക്കിളി വന്ന ദൈവങ്ങളെ പറ്റി പാട്ടുപാടി. ഒരു നാളിൽ അന്തിക്കൊരു കുഞ്ഞാറ്റക്കിളി വന്ന ദൈവങ്ങളെ പറ്റി പാട്ടുപാടി. ആ ആ ആ ആ മാടത്തെ കിളി പെണ്ണും പൂങ്കുയിലും, മാടത്തെ കിളി പെണ്ണും പൂങ്കുയിലും പാടത്തിൻ കരയില് കണ്ടുമുട്ടി. മാടത്തെ കിളി പെണ്ണും പൂങ്കുയിലും പാടത്തിൻ കരയില് കണ്ടുമുട്ടി. പാടത്തിൻ കരയില് ഇരുന്നവർ 2000 കൊല്ലം കഥ പറഞ്ഞു. പാടത്തിൻ കരയില് ഇരുന്നവർ 2000 കൊല്ലം കഥ പറഞ്ഞു. അവരെന്ന് പറഞ്ഞതൊക്കെ കഥകൾ കേട്ടു. അവരെന്ന് പറഞ്ഞതാ കഥകൾ കേട്ടു. കരളുള്ള മാലോകർ കണ്ണീർ തൂകി. കരളുള്ള മാലോകർ കണ്ണീർ തൂകി. മാനത്തെ റാണിമാർ പുഞ്ചിരിച്ച് മണ്ണിൻ്റെ കണ്ണുനീർ നോക്കി നിന്നു. മാനത്തെ റാണിമാർ പുഞ്ചിരിച്ച് മണ്ണിൻ്റെ കണ്ണുനീർ നോക്കി നിന്നു. സ്നാപ്പ് നമ്പർ 1004 എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇനി 1005 കിടക്കും. സ്നാപ്പ് നമ്പർ 1005 കിടക്കുകയാണ്. ഒരു തുള്ളി കണ്ണുനീർ. ഇതാണ് കവിത. ഒരു തുള്ളി കണ്ണുനീർ. നീലമോഹന വാനിലുലഞ്ഞു ലോലലോലമാം വെള്ളിമേഘങ്ങൾ. നാലുപാടുമുറങ്ങിക്കിടക്കും ശ്രീലസങ്കൽപ്പലക്ഷങ്ങൾ പോലെ ഞാനാ കാവിൽ ഹൃദയത്തിലെന്നും ഗാനാലാപത്തിനെത്തുകയായി. ഏതോ മൂകമാം വേദനയൊന്നൻ ചേതോ രംഗത്തിലൂറിക്കിടന്നു. ഏതോ മൂകമാം വേദനയെന്നൻ വേദനയൊന്നൻ ചേതോ രംഗത്തിലൂറിക്കിടന്നു. നിൻകാൽ താരിൽ ചലനത്തിനായി വേണ്ടുവോളം പ്രചോദനമാർന്നൻ. നിൻകാൽ താരിൽ ചലനത്തിനായി വേണ്ടുവോളം പ്രചോദനമാർന്നൻ. കണ്ട നാളെ പ്രതീക്ഷയിൽ വാങ്ങി. എന്തുകൊണ്ടെന്ന് അറിഞ്ഞില്ല മുന്നിൽ എത്തിയില്ല പതിതൻ പടിനീ. കാവിൻ വല്ലിക്കുടിലുകൾ തോറും കാതും കണ്ണും അലഞ്ഞു നടന്നു. നേരം പോക്കെന്നൊളിച്ചു നിൽപ്പുണ്ടൻ ദേവിയെന്നു ഞാൻ ഓർത്തതു തെറ്റി. നേരം പോക്കെന്നൊളിച്ചു നിൽപ്പുണ്ടൻ ദേവിയെന്നു ഞാൻ ഓർത്തതു തെറ്റി. സ്നാപ്പ് നമ്പർ 1006 കിടക്കുമ്പോൾ കുറച്ച് ഹാപ്പി ആയിട്ടുള്ള സംഭവമാണ്. ദൂരത്തൊരു കുന്നിൻ്റെ ചാരത്തൊരു പന്തലിലെ ചേർത്തൊരു പന്തളിക. ദൂരത്തൊരു കുന്നിൻ്റെ ചാരത്തൊരു പന്തലിലെ ചേർത്തൊരു പന്തളിക. പൊന്നുനൂലുകൾ മിന്നും പോലെ ചേർത്തൊരു പന്തളിക. പൊന്നുനൂലുകൾ മിന്നും പോലെ കതിരുകൾ വീശി പൊങ്ങുന്നു. ഇല്ലേ കാണണ കാവിനകത്തെ കിളികൾ എന്തൊരു സന്തോഷം ഹായ്. ഇല്ലേ കാണണ കാവിനകത്തെ കിളികൾക്ക് എന്തൊരു സന്തോഷം ഹായ്. പുതുമഴ പെയ്തപ്പോൾ കാടുകൾ പൂത്തപ്പോൾ
പുതുമഴ പെയ്തപ്പോൾ കാടുകൾ പൂത്തപ്പോൾ കുരുവിക്കിളിയുടെ കല്യാണം ഹോയ്, കുരുവിക്കിളിയുടെ കല്യാണം ഹോയ്. മഞ്ഞിൽ മയങ്ങി ഉറങ്ങിയ മഞ്ഞിൽ മയങ്ങി ഉറങ്ങിയ മാഖില പുഞ്ചിരി തൂകി എഴുന്നേറ്റ് വരളുന്ന മണ്ണിൽ പുതുമഴ പെയ്തപ്പോൾ തെരുതെരെ തെരുതെരെ വിത്തുകൾ വീഴുന്നേ, തെരുതെരെ 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 വിത്തുകൾ വീഴുന്നേ. ദൂരത്തൊരു കുന്നിൻ്റെ ചാരത്തൊരു പന്തലിലെ, ദൂരത്തൊരു കുന്നിൻ്റെ ചാരത്തൊരു പന്തലിലെ ചേർത്തൊരു പന്തളിക പൊന്നുനൂലുകൾ മിന്നും പോലെ കതിരുകൾ വീശി പൊങ്ങുന്നു, പൊന്നുനൂലുകൾ മിന്നും പോലെ കതിരുകൾ വീശി പൊങ്ങുന്നു. നോക്കാം, നമ്മൾ സ്നാപ്പ് നമ്പർ 1007 കിടക്കുന്നത്. ഇത് ഞാറ്റുപാട്ടിൻ്റെ ഒരു ഈണമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തെ പ്രതിഭ ആർട്സ് ക്ലബിൻ്റെ അവതരണ ഗാനമായിരുന്നു എന്നാണ് പറയുന്നത്. തെയ്യകം 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 താര, തെയ്യകം 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 താര, തെയ്യകം 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 താര, തെയ്യകം 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 താര, തെയ്യകം 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 താര. അക്കരെ നിൽക്കണ പുന്നാരപ്പെണ്ണെ, അക്കരെ നിൽക്കണ പുന്നാരപ്പെണ്ണെ പാട്ടൊന്നു പാടടി പുന്നാരപ്പെണ്ണെ, അക്കരെ നിൽക്കണ പുന്നാരപ്പെണ്ണെ പാട്ടൊന്നു പാടടി പുന്നാരപ്പെണ്ണെ. തെയ്യകം 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 താര, തെയ്യകം 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 താര, അക്കരെ നിൽക്കണ പുന്നാരപ്പെണ്ണെ പാട്ടൊന്നു പാടടി പുന്നാരപ്പെണ്ണെ. നീലമാലയിൽ കാറ്റു വന്നപ്പോൾ നാണിച്ചു ഞാറു തല കുനിക്കുന്നേ. നീലമാലയിൽ കാറ്റു വന്നപ്പോൾ നാണിച്ചു ഞാറു തല കുനിക്കുന്നേ. ആ വിത്ത് ഇങ്ങനെ പോകുന്ന ആ ഞാറായിട്ട് നിൽക്കുന്ന ആ ഞാറിങ്ങനെ കാറ്റിലാടുന്നതിന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നീലമാലയിൽ കാറ്റു വന്നപ്പോൾ നാണിച്ചു ഞാറു തല കുനിക്കുന്നേ. തെയ്യകം 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 താര, തെയ്യകം 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 താര. ഞാറു നാടുന്നേരം പാടണം പാട്ട്, ഞാറു നാടുമ്പോൾ അളകിലിങ്ങട്ടെ, ഞാറു നാടുമ്പോൾ പാടണം പാട്ട്, ഞാറു നാടുമ്പോൾ അളകിലിങ്ങട്ടെ. തെയ്യകം 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 താര, തെയ്യകം 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 താര. ഇന്നത്തെ പെണ്ണിനൊരു ഈണമില്ലാത്ത, ഇന്നത്തെ പെണ്ണിനൊരു ഈണമില്ലാത്തേ, ഇന്നത്തെ പെണ്ണൊരു പാട്ടുപാടാത്തേ. തെയ്യകം 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 താര, തെയ്യകം 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 താര. ഇന്നത്തെ പെണ്ണിനൊരു ഈണമില്ലാത്ത, ഇന്നത്തെ പെണ്ണൊരു പാട്ടുപാടാത്തേ. ചക്കരമാവിൻ്റെ കൊമ്പത്തിരുന്നു ഓടക്കുഴലു വിളിക്കുന്നു ദേവൻ, ചക്കരമാവിൻ്റെ കൊമ്പത്തിരുന്നു ഓടക്കുഴലു വിളിക്കുന്നു ദേവൻ. തെയ്യകം 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 താര, തെയ്യകം 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 താര. ദൂരത്തു ദേവന്റെ പാട്ടു കേൾക്കുമ്പോൾ പെണ്ണന്റെ ലോകം മറന്നോണ്ടു പോണു. ദൂരത്തെ ദേവന്റെ പാട്ടു കേൾക്കുമ്പോൾ പെണ്ണന്റെ ലോകം മറന്നോണ്ടു പോണു. തെയ്യകം 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 താര, തെയ്യകം 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 താര, തെയ്യകം 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 താര, തെയ്യകം 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 താര. ഇത് പ്രതിഭ ആർട്സ് ക്ലബ്ബ് എറണാകുളത്തിൻ്റെ അവതരണ ഗാനമായിരുന്നു. സംഘം ചേർന്നുള്ള പാട്ടായിരിക്കും. സ്നാപ്പ് നമ്പർ 1008 പി ജാനിയുടെ സമ്പൂർണ്ണ കൃതിയിൽ 4ാം വോളിയം ഗാനങ്ങളാണ്. അരിമുല്ലപ്പൂ വിരിഞ്ഞു. നാടകസാധകം ഷെർപ്പിൻ്റെ അപ്സ്റ്റെയറിലാണ്, എൻ്റെ വീടാണ്. അവിടെ ഇരുന്നിട്ടാണ് ഉച്ചനേരത്താണ് ഞാൻ ഈ സ്നാപ്പ് ചെയ്യുന്നത്. ഈസ്റ്റർ ദിവസം ഉച്ചനേരത്ത് വേർത്തിട്ട് നിൽക്കുകയാണ്. ഫാനും കോഫിയും അല്ലെങ്കിൽ ശബ്ദം ഭയങ്കര പ്രശ്നമായിരിക്കും. നോക്കാം. അരിമുല്ലപ്പൂ വിരിഞ്ഞു, കരളിൽ പൂന്തേ നിറഞ്ഞു. അരിമുല്ലപ്പൂ വിരിഞ്ഞു, കരളിൽ പൂന്തേ നിറഞ്ഞു. മധുമാസം വന്നണഞ്ഞു, മധുണ്ണാൻ നീ അണഞ്ഞു. മധുമാസം വന്നണഞ്ഞു, മധുണ്ണാൻ നീ അണഞ്ഞു. അരിമുല്ലപ്പൂ വിരിഞ്ഞു, കരളിൽ പൂന്തേ നിറഞ്ഞു. മലരണി കാവ്യ ഭംഗി അതിലന്നു നമ്മൾ മുങ്ങി. കൃത്യം താളത്തിലാണ് പോകുന്നത്. മലരണിക്കാവു ഭംഗി, മലരണിക്കാവ്യ ഭംഗി അതിലൊന്നു നമ്മൾ മുങ്ങി. മറഞ്ഞു പോയ കാലം മഹിതമാം പൂക്കാലം, മറഞ്ഞു പോയ കാലം മഹിതമാം പൂക്കാലം. മനസ്സിൽ കിലാക്കിനാമണിഞ്ഞ മധുരിതരാഗകാലം,
മനസ്സിൽ കിനാവണിഞ്ഞ മധുരിത രാഗകാലം. ഒരു മൂളിപ്പാട്ടുമായി ആ നാളിൽ നീ അണഞ്ഞു. ഒരു മൂളിപ്പാട്ടുമായി ആ നാളിൽ നീ അണഞ്ഞു. കവിത ഒഴുകൊഴുകി വരുന്നതാണ് മനസ്സിൻ്റെ ഉള്ളിലെ ഒരു സർഗപ്രക്രിയ. അതിങ്ങനെ പതുക്കെ വെക്കുന്ന ഒരന്നൊരയായിട്ട് വരുന്നത്. അരിമുല്ല വിരിഞ്ഞു, അരിമുല്ല പൂ വിരിഞ്ഞു, കരളിൽ പൂന്തേ നിറഞ്ഞു. ഒരു ദിവസവും പിജാരണി വേസ്റ്റാക്കിയിട്ടില്ല. ഇപ്പോൾ പൂക്കളെ നോക്കിയിട്ട് അതിൽ നിന്നുള്ള പ്രചോദനം കൊണ്ട് അപ്പം തന്നെ എഴുതുകയാണ്. ഭാഷാജ്ഞാനമുണ്ട്, താളബോധമുണ്ട്, അഭിനേതാവ് ഉള്ളിലുണ്ട്, മ്യൂസിക് ഉള്ളിലുണ്ട്, എല്ലാം ചേരുന്നതാണ് പി ജാനകി. നോക്കാം. സ്നാപ്പ് നമ്പർ 1008 കടന്നു. നമ്മൾ റൊമാൻറ്റിക് മൂഡിൽ നിന്ന് ഒരല്പം വിപ്ലവ വീര്യമുള്ള സ്ഥലത്തേക്ക് മാറുകയാണ്. സ്നാപ്പ് നമ്പർ 1009 ഉണരുക മലനാട്. ഇത് സത്യം പറഞ്ഞാൽ 1954 പ്രഭാതം പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച കേരളം ഉണരുന്നു എന്ന സമാഹാരത്തിൽ നിന്നാണ്. PJ തിയേറ്റേഴ്സ് ഫോം ചെയ്തപ്പോൾ, അതായത് പ്രതിഭാഷ് ക്ലബ്ബ് ആദ്യം വന്നു, പിന്നെ 54 അത് പിളർത്തി കായംകുളത്തേക്ക് ശങ്കരാടി ടീമും കൊണ്ടുപോയി. ഇപ്പോൾ പ്രതിഭ തിയേറ്റേഴ്സ് ഉണ്ടായി. പിന്നെ 57 PJ തിയേറ്റേഴ്സ് ഫോം ചെയ്യുന്നത്. പ്രതിഭ തിയേറ്റേഴ്സിൻ്റെ 2-3 കൊല്ലം കഴിഞ്ഞിട്ട് പ്രതിഭ തിയേറ്റേഴ്സ് വന്നപ്പോഴാണ് പി ജാനകി ഉണരുക മലനാട് എന്നുള്ളത്. ഇത് വേറൊരു ട്യൂണിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പാടാം. സ്നാപ്പ് നമ്പർ 1009 കിടക്കുകയാണ്. ഉണരുക മലനാട്. ഉണരുക മലനാടേ കെടുതികൾ നീക്കിയിടാൻ, ഉണരുക മലനാടേ കെടുതികൾ നീക്കിയിടാൻ, ഉയരുക മലനാടേ വറുതികൾ മാറ്റിയിടാൻ. ഉണരുക മലനാടേ കെടുതികൾ നീക്കിയിടാൻ, ഉണരുക മലനാടേ കെടുതികൾ നീക്കിയിടാൻ, ഉയരുക മലനാടേ വറുതികൾ മാറ്റിയിടാൻ. അരുണൻ കതിരുകൾ വിരലിൽ തൂകി അരുണൻ കതിരുകൾ വിരവിൽ തൂകി കിഴക്കുതിക്കുമ്പോൾ, അരുണൻ കതിരുകൾ വിരവിൽ തൂകി കിഴക്കുതിക്കുമ്പോൾ, അരിയൊരു മാമല നിറയാൽ പൊന്മുടി ചൂടും നാടേ. അരിയൊരു മാമല നിറയാൽ പൊന്മുടി ചൂടും നാടേ. ഉണരുക മലനാടേ കെടുതികൾ നീക്കിയിടാൻ, ഉയരുക മലനാടേ വറുതികൾ മാറ്റിയിടാൻ. കാട്ടാറുകളുടെ കളകാനത്തിൽ പുളകം കൊണ്ടും, കാട്ടാറുകളുടെ കളകാനത്തിൽ പുളകം കൊണ്ടും, കാട്ടിൽ പൈങ്കിളി വൃന്ദം പെയ്യും കഥകൾ നുകർന്നും, കാട്ടിൽ പൈങ്കിളി വൃന്ദം പെയ്യും കഥകൾ നുകർന്നും, ശാന്തിതൻ സിംഹാസനത്തിൽ പൂവണിഞ്ഞ റാണിയായി, ശാന്തിതൻ സിംഹാസനത്തിൽ പൂവണിഞ്ഞ റാണിയായി കാന്തിപുരം തൂകി മേന്മേൽ കേരനാടേ വാഴുക. കാന്തിപുരം തൂകി മേന്മേൽ കേരനാടേ വാഴുക. ഉണരുക മലനാടേ കെടുതികൾ നീക്കിയിടാൻ, ഉയരുക മലനാടേ വറുതികൾ മാറ്റിയിടാൻ. അഴകൊഴുന്നൊരു നാടാണിതു ശരിയെന്നാലും നോക്കൂ, അഴകൊഴുന്നൊരു നാടാണിതു ശരിയെന്നാലും നോക്കൂ. അഴലിൻ നിഴലുകൾ നിറയുകയാണീ മധുവഴിയും നാട്ടിൽ, അഴലിൻ നിഴലുകൾ നിറയുകയാണീ മധുവഴിയും നാട്ടിൽ. എങ്ങും പട്ടിണി എങ്ങും ബന്ധനം എങ്ങും കണ്ണുനീർ, എങ്ങും പട്ടിണി എങ്ങും ബന്ധനം എങ്ങും കണ്ണീർ, എങ്ങും വേദന തിങ്ങും ദീനവിലാപം മാത്രം, എങ്ങും വേദന തിങ്ങും ദീനവിലാപം മാത്രം. മാലഴും നിൻ മാനസം പൊന്തിയിലെന്നും നീറുമോ, ചെന്തിയിലെന്നും നീറുമോ. മാലഴും നിൻ മാനസം ചെന്തിയിലെന്നും നീറുമോ. ഉണരുക മലനാടേ കെടുതികൾ നീക്കിയിടാൻ, ഉയരുക മലനാടേ വറുതികൾ മാറ്റിയിടാൻ. അണിയണിയായിട്ടണയുകയായി മലനാടേ നിൻമക്കൾ, അണിയണിയായിട്ടണയുകയായി മലനാടേ നിൻമക്കൾ, അണയുകയായി നിൻ മോഹന മോചന വാസരമിൻ മിനിമേഘം,
അണയുകയായി നിൻ മോഹനമോചന വാസരമിനി വേഗം. നീങ്ങും കണ്ണീർ പുഴകളൊഴുകും പുഴക്കും നീതികളെല്ലാം. നീങ്ങും കണ്ണീർ പുഴകളൊഴുക്കും നീതികളെല്ലാം. നീങ്ങും കണ്ണീർ പുഴകളൊഴുക്കും നീതികളെല്ലാം. എങ്ങും സമത പുലർത്തും ഗീതികൾ പൊങ്ങും ചേലിൽ. എങ്ങും സമത പുലർത്തും ഗീതികൾ പൊങ്ങും ചേലിൽ. കേഴുകില്ല കേരനാടേ കേവലം നീതീനയായി. കേഴുകില്ല കേരനാടേ കേവലം നീതീനയായി. വാഴുകില്ലേ കേരനാടേ ബന്ധനത്തിൽ നീയിനി. വാഴുകില്ലേ കേരനാടേ ബന്ധനത്തിൽ നീയിനി. ഇത് ഒരു സമരാഹ്വാനം കൂടിയാണ്. ഉണരുക മലനാടേ കെടുതികൾ നീക്കിയിടാൻ. ഉയരുക മലനാടേ വറുതികൾ മാറ്റിയിടാൻ. പ്രതിഭ തിയേറ്റേഴ്സിൻ്റെ അവതരണ ഗാനമാണ്. ഗ്രൂപ്പൊക്കെ ആയിട്ട് കമ്പോസ് ചെയ്യുമ്പോൾ അതിമനോഹരമായിരിക്കും. സ്നാപ്പ് നമ്പർ 1010. ഈ സ്നാപ്പ് ഞങ്ങൾ വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് കണക്ട് ചെയ്യണം. ഇത് 1954 പ്രഭാതം പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച് കേരളം ഉണരുന്നു എന്ന സമാഹാരത്തിൽ നിന്നാണ്. 54 കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 2025 നിൽക്കുമ്പോഴും ഇതിലത്തെ ആഹ്വാനങ്ങൾ, ഭരത് പി ജാനി വളരെ തരളഹൃദയമായിട്ടുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള ഗാനങ്ങൾ എഴുതുന്നതിൻ്റെ ഒപ്പം റൊമാൻറ്റിക് പാട്ടുകളിലൊപ്പം വിപ്ലവ ഗാനങ്ങൾ എഴുതുന്നു. ഏതൊരു മികച്ച കവിയുടെയും പ്രത്യേകത അതാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി എഴുതും. സമരം ജ്വലമായി നിൽക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയും എഴുതണം. വയലാറും ഒക്കെ അങ്ങനെയാണ്, ചങ്ങമ്പുഴയും. അപ്പോൾ ആ ഒരു പാരമ്പര്യം തന്നെയാണ് പി ജാനണി 40കൾക്ക് ശേഷം 1925 ജനിച്ചു വീണിട്ട് പിന്നീട് 5-10 വയസ്സ് കഴിഞ്ഞപ്പോൾ നാടകം എഴുതാൻ തുടങ്ങുന്ന ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കവിതകളിലേക്ക് വരുന്ന. അപ്പോൾ തീർച്ചയായിട്ടും ആ പീരീഡിൻ്റെ പ്രത്യേകത അതാണ്. സമരോജ്വലമായ ഒരു പീരീഡാണ്. സ്വാതന്ത്ര്യ സമരം ഒരു ഭാഗത്ത്, ജാതിവിരുദ്ധ സമരങ്ങളുടെ തുടർച്ച, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഉദയം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഇതുകളും കൂടി എഴുതി വരും. എപ്പോഴും ഈ സോഫ്റ്റായിട്ടുള്ള റൊമാൻറ്റിക് സംഗതികൾ മാത്രം എഴുതിയാൽ പോരാ. അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. ഇതിൽ ശത്രു ആരാന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അന്ന് ഒരു പക്ഷേ ഈ ഭരണകൂടം, അന്നത്തെ പിന്നെ ദിവാൻ ഭരണകൂടവും അല്ലെങ്കിൽ ജാതി ആയിട്ട് ബന്ധപ്പെട്ട മേൽക്കോയ്മകളും കോൺഗ്രസും ഒക്കെ ചേർന്നിട്ടുള്ള അന്നത്തെ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു രീതി അതായിരിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എതിരിടുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നേരിടുന്ന എല്ലാം അപ്പുറത്തെ ചേരിയിലും, കമ്മ്യൂണിസ്റ്റുകാരും തൊഴിലാളി വർഗവും കർഷക തൊഴിലാളികളെല്ലാം ഇപ്പുറത്തെ ചേരിയിലാണ്. ഈ സമയത്ത് എഴുത്തുകാരൻ്റെ നിലപാടാണ് പി ജാനി എടുത്തത്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒപ്പമാണ്, ഞാൻ ചുവപ്പിൻ്റെ ഒപ്പമാണ്, വിശക്കുന്നവർക്കൊപ്പമാണ്, സാധാരണ മനുഷ്യർക്കൊപ്പമാണ്. ഞങ്ങൾ വരുന്നു, അണിനിരന്നു വരികയാണ് ഞങ്ങൾ ഇന്നു മർദ്ദക. വരികൾ ഒരു താളം നോക്കൂ. അണിനിരന്നു വരികയാണ് ഞങ്ങൾ ഇന്നു മർദ്ദക. അണിനിരന്നു വരികയാണ് ഞങ്ങൾ ഇന്ന് മർദ്ദക. മർദ്ദകരോടടരടിച്ചു വിജയമാർന്ന മനുജരായി വാഴുവാൻ. മർദ്ദകരോടടരടിച്ചു വിജയമാർന്ന മനുജരായി വാഴുവാൻ. മരണഭീതി തീണ്ടിടാത്തൊരീ രണാങ്കണങ്ങളിൽ, മരണഭീതി തീണ്ടിടാത്തൊരീ രണാങ്കണങ്ങളിൽ, മരണഭീതി തീണ്ടിടാത്തൊരീ രണാങ്കണങ്ങളിൽ മിഴികൾ തോറും അഗ്നിയാണ്, മിഴികൾ തോറും അഗ്നിയാണ് കഥനമല്ല കാണുക. മിഴികൾ തോറും അഗ്നിയാണ് കഥനമല്ല കാണുക. മിഴികൾ തോറും അഗ്നിയാണ് കഥനമല്ല കാണുക. ചോര വീണ മണ്ണിൽ നിന്ന് സമരവീര്യമാർന്നിത, ചോര വീണ മണ്ണിൽ നിന്ന് സമരവീര്യമാർന്നിത. വരികയാണ് ഞങ്ങൾ ഇന്ന് പോരിനായി. വരികയാണ് ഞങ്ങൾ ഇന്ന് പോരിനായി. അണിനിരന്നു വരികയാണ് ഞങ്ങൾ ഇന്നു മർദ്ദകരോട് അടരടിച്ചു വിജയമാർന്ന മനുജരായി വാഴുവാൻ. വിജയഭരിത മലയടിച്ചുയർന്നിടുന്നു കേൾക്കുക. വിജയഭരിത മലയടിച്ചുയർന്നിടുന്നു കേൾക്കുക. വിജയഭരിത അടിച്ചുയർന്നിടുന്നു കേൾക്കുക. വിജയം ഇന്നു പടനിലത്തിൽ ഞങ്ങൾ കൈവരിച്ചിടും. വിജയം ഇന്നു പടനിലത്തിൽ ഞങ്ങൾ കൈവരിച്ചിടും. ചുടുനിണത്തിൽ മുക്കി ഞങ്ങൾ നാട്ടിടുന്ന കൊടികളെ, ചുടുനിണത്തിൽ ഞങ്ങൾ മുക്കി നാട്ടിടുന്ന കൊടികളെ. തഴുകിടുന്നതുണ്ട് ചേലിൽ വിജയമന്തമാരുതൻ.
ഉണ്ട് ചേലിൽ വിജയമന്തമാരുതൻ ചുടുനീളത്തിൽ മുക്കി ഞങ്ങൾ നാട്ടിടുന്ന കൊടികള് തഴുകിടുന്നതുണ്ട് ചേളിൽ വിജയമന്തമാരുതൻ തകരുമിന്നു നീ പടച്ചൊരീ വിരുദ്ധ മുന്നണി തകരുമിന്നു നീ പടച്ചൊരീ വിരുദ്ധ മുന്നണി തകരുമിന്നു നീ ചമച്ച കാരിരുമ്പ് കോട്ടകൾ തകരുമിന്നു നീ ചമച്ച കാരിരുമ്പ് കോട്ടകൾ അണിനിരന്നു വരികയായി ഞങ്ങൾ ഇന്നു മർദ്ദകരോടടിച്ചു വിജയമാർന്ന മനുജരായി വാഴുവാൻ അടരടിച്ചു വിജയമാർന്ന മനുഷ്യരായി വാഴുവാൻ അണിനിരന്നു വരികയാണ് ഞങ്ങൾ ഇന്നു മർദ്ദകരോട് അടരടിച്ചു വിജയമാർന്ന മനുഷ്യരായി വാഴുവാൻ. ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ ദിവസം നമ്മൾ വളരെ സോഫ്റ്റായ ഗാനങ്ങളിൽ തുടങ്ങി ഞങ്ങൾ വരുന്നു എന്ന് പറയുന്നു. ഇത് ഈ കാലഘട്ടത്തിൽ വർഗീയ ഫാസിസവുമായിട്ട് ബന്ധപ്പെടുന്നു, അതിനെതിരെ പോരാടുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ചെറിയ മുന്നണികൾ, സർഗാത്മക പ്രവർത്തനങ്ങൾ, ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ, കർഷക സമരങ്ങൾ. കാരണം വർഗീയ ഫാസിസം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. അന്നും അത് വേറെ രീതിയിൽ ദിവാൻ ഭരണമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പുന്നപ്ര വയലാറൊക്കെ സംഭവിച്ചത്. അന്ന് കേരളം 3 ഭാഗമാണ്, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നുള്ളതാണ്. പിന്നീട് ഐക്യ കേരളം 1956 ഫോം ചെയ്യുന്നത്. അതിനുശേഷം 57 ഇന്ന് നമ്മുടെ EMSൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ബാലറ്റ് പെട്ടിയിലൂടെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 54 മുതലുള്ള സമരാഹ്വാനങ്ങൾ നോക്കുക. 54 ഇൻക്ലാബിൻ്റെ മക്കൾ എഴുതുന്നത് പി ചാരണി. അപ്പോൾ ആ ഇൻക്ലാബിൻ്റെ മക്കൾ എഴുതുന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മൂഡ് മാറുന്നുണ്ട്. മൊത്തം ശത്രു ആരാന്ന് വ്യക്തമാവുന്നുണ്ട്. CAയുടെ സ്പോൺസർഷിപ്പിൽ പിന്നീട് വിമോചന സമരമൊക്കെ കയറി വരുന്ന കാലമാണ്. അപ്പോൾ അതിനോട് സമാനമായ വേറൊരു രീതിയിലാണ് ഇപ്പോഴും നമ്മൾ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തൂലിക പടവാളാക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രചോദനമാണ് ഞാൻ ഇതിലേക്ക് തരുന്നത്. മട്ടാഞ്ചേരി മറക്കാമോ, അതിന് തുടർന്ന് അതാണോ എന്ന് ഞാൻ നേരത്തെ പാടിയെന്നുള്ളൂ. അതിന് തുടർന്ന് എഴുതിയിട്ടുള്ള മട്ടാഞ്ചേരി മറക്കാമോ ആണ്. കണ്ട, ഞങ്ങൾ വരുന്നു കഴിഞ്ഞ് മട്ടാഞ്ചേരി മറക്കാമോ. സംഗതി അത് 54, 53 സംഭവിച്ചതാണ്. അപ്പം ഇന്നത്തെ സ്നാപ്പുകൾ നമ്മളിങ്ങനെ ക്രോഡീകരിക്കുകയാണ്. സ്നാപ്പ് നമ്പർ 1010 ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കും. ഈ മാർച്ച് 27 തുടങ്ങി മെയ് 1 നമ്മൾ 101 സ്നാപ്പുകളാണ്. അപ്പോൾ ഇപ്പോൾ 35 സ്നാപ്പുകളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇനിയുണ്ട് കടമ്പകൾ കടക്കാനുണ്ട്. ചില ദിവസങ്ങളിൽ യാത്രകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എനർജി ലോസ് വരും, ചെയ്യാനുള്ള മൂഡ് പോകും. 1-2 ദിവസം മഴയായിട്ട് പോയി, ബഹളമായിട്ട്, കറണ്ട് കട്ടായിട്ട് പോയി, ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യും. നാളെ മുതൽ കണ്ടിന്യൂ. കഥകളിലേക്ക് കടക്കാനുണ്ട്, നാടകങ്ങളിലേക്ക് കടക്കാനുണ്ട്. പിന്നെ നാടകസ്മരണകൾ, അതിൻ്റെ ചെറിയ ചാപ്റ്ററുകളുണ്ട്. കുറച്ച് കവിതകൾ കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാൻ ചേട്ടാ. താങ്ക് യു വെരി മച്ച്. സ്നാപ്സ് ചാക്കോടി അന്തിക്കാട് എന്ന യൂട്യൂബ് ചാനലിലാണ് ഇത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത്. മണി മോട്ടീവായിട്ട് ചെയ്യുന്നതല്ല അത്. നിങ്ങൾ യൂട്യൂബ് എന്ന് പറയുമ്പോഴേക്കും എന്തോ ലക്ഷങ്ങൾ കൊയ്യുന്ന രീതിയിലാണ്. ആവശ്യമുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകണം. സീരിയസ് ആയിട്ടുള്ള ആളുകൾ അത് കാണാനും കേൾക്കാനും, ഇത് ഈ പുസ്തകങ്ങൾ 4 വോളിയും സമ്പൂർണ്ണ കൃതികളിലൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു വഴികാട്ടി പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാപ്പി ഈസ്റ്റർ.